പോലെ നിങ്ങൾ ലഡു ഉണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മുടി കൊഴിച്ചിലാണെന്ന് പറഞ്ഞിട്ട് ഒരാളെടുത്തും പരാതി പറയില്ല കേട്ടോ. നല്ലൊരു ബയോട്ടിക് ലഡുവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ലഡു ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് 1/4 കപ്പോളം സൺഫ്ലവർ സീഡാണ് ചേർത്തിട്ടുള്ളത്. കൂടെ തന്നെ 1/2 കപ്പോളം പംകിൻ സീഡ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പോളം കുക്കുംബർ സീഡ് കൂടെ ചേർക്കാം. പിന്നെ അതേ അളവിൽ തന്നെ 1/4 കപ്പോളം ഫ്ലാക്സ് സീഡ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് 4ഉം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. നന്നായിട്ട് ചൂടായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഇവിടെ എടുത്തിട്ടുള്ള സീഡ്സിലൊക്കെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ധാരാളം പ്രോട്ടീൻ, വിറ്റമിൻ ഇ, സിങ്ക്, അതുപോലെ തന്നെ മാഗ്നീഷ്യം, ഫോസ്ഫറസ്, വിറ്റമിൻ ഇ, ആൻറ്റി ഓക്സിഡൻ്റ് ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഞാനിതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ചൂടായിട്ട് ഇതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് ഒന്ന് ചൂടാറാനൊക്കെ മാറ്റി വയ്ക്കാം. ഇത് പരന്നൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ചൂടാറട്ടെ. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് അതേ ചീനച്ചിട്ട് തന്നെ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നിലക്കടലയാണ്. ഞാനിവിടെ ഒരു 1/4 കപ്പോളം കടല എടുത്തിട്ടുണ്ട്. ഞാനിവിടെ വറുത്ത കടലയാണ് എടുത്തിട്ടുള്ളത്, വറുക്കാത്ത കടല എടുക്കുക. ഇതൊന്നും കൂടെ ഒന്ന് വറുത്തെടുക്കണുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ ഒരു 5-10 ബദാം പരിപ്പും അതേ അളവിൽ തന്നെ ഒരു 10 കാഷ്നട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് വറുത്തെടുക്കാനായിട്ട് ചെയ്യണത്. ഇതിൻ്റെ കളറും ചെറുതായിട്ടൊന്ന് മാറി വരുന്നത് വരയ്ക്ക് വേണം വറുത്തെടുക്കാനായിട്ട്. ഇവിടെ നല്ലോണം തന്നെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര മതി. ഇനി ഇതും കൂടെ ഒന്ന് ചൂടാറാനൊക്കെ മാറ്റാം. അതിനുശേഷം അതേ ചീനച്ചട്ടിയിലോട്ട് ഞാൻ 1/2 കപ്പോളം എള്ളാണ് ചേർക്കുന്നത്. വെളുത്ത എള്ളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വെളുത്തതോ അതല്ലെങ്കിൽ കറുപ്പ് എള്ളോ ചേർക്കാവുന്നതാണ്. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 3 ഏലക്കായ കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ എള്ളൊന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ ഇതൊന്ന് വറുത്തെടുക്കാൻ. എള്ളിപ്പോൾ നല്ലോണം തന്നെ ചൂടായിട്ട് ഇങ്ങനെ പൊട്ടി വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയമായി കഴിഞ്ഞാൽ പിന്നെ ഇതും കൂടെ ഒന്ന് ചൂടാറാനൊക്കെ മാറ്റാം. അതിനുശേഷം അതേ ചീനച്ചട്ടിയിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ചേർക്കുന്നത്. നെയ്യൊന്ന് ഉരുകി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് 150 ഗ്രാം ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം. ഈത്തപ്പഴമാണ് ഇട്ട് കൊടുക്കുന്നത്. കുരൊക്കെ മാറ്റിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ലഡുവിൽ ഞാൻ പഞ്ചസാരയോ ശർക്കരയോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കണില്ല കേട്ടോ മധുരത്തിന് വേണ്ടിയിട്ട്. ഈ ഒരു ഈത്തപ്പഴത്തിൻ്റെ മധുരമാണ് ലഡുവിന് ഉണ്ടാവുക. ഇനി ഇത് കുറച്ച് നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇടയ്ക്കൊക്കെ ഒന്ന് ഇതൊന്ന് അമർത്തിയിട്ട് കൂടെ ഇളക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഈ ഒരു ഈത്തപ്പഴം ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്കിത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കേണ്ടതായിട്ട് വരില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യേണ്ടതാണ് എളുപ്പം. ഇപ്പോൾ ഈത്തപ്പഴം നല്ലോണം തന്നെ ചൂടാക്കിയിട്ട് നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര മതി. ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്ന നട്ട്സും സീഡും ഉണ്ടല്ലോ, അതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മിക്സി ജാറിൽ വെള്ളം നനവൊന്നും ഉണ്ടാവാനൊന്നും പാടില്ല. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ചീത്തയായിട്ടൊക്കെ പോകും കേട്ടോ. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒറ്റ പ്രാവശ്യമായിട്ടാണ് ഇത് പൊടിച്ചെടുക്കുന്നത്. മിക്സിയുടെ വലിയ ജാറാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് പൊടിച്ചെടുക്കുക. ചെറിയ തരിയോട് കൂടിയിട്ട് വേണം കേട്ടോ ഇത് പൊടിച്ചെടുക്കാനായിട്ട്. നല്ല നൈസായിട്ടുള്ള പൊടിയായിട്ട് എടുക്കേണ്ടതില്ല. ഇതിപ്പോൾ അതേ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഈത്തപ്പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് ഈ ഒരു പൊടി ചേർത്ത് കൊടുക്കാം. പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചുകൂടെ എടുക്കാം. പിന്നെ നിങ്ങൾക്കിത് നല്ല മധുരത്തിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ശർക്കരപ്പാനിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ശർക്കരപ്പാനി ചേർക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയിൽ ഉണ്ടാക്കി എടുത്തിട്ട് വേണം കേട്ടോ ചേർക്കാനായിട്ട്. വെള്ളം പോലൊക്കെ ആക്കി ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാനൊന്നും പറ്റില്ല. ശർക്കരപ്പാനിയുടെ ആവശ്യമില്ല. ഈ ഒരു ഈത്തപ്പഴം ചേർത്താൽ തന്നെ അത്യാവശ്യം മധുരമൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ചിലർക്ക് നല്ല മധുരമൊക്കെ വേണ്ടി വരില്ല. അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്കിത് ലഡുവിൻ്റെ ഷേപ്പിൽ വേണ്ടാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കോരി കഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഒരു 2 ടീസ്പൂൺ എന്ന വിധത്തിലൊക്കെ കഴിക്കാവുന്നതാണ്. അതല്ല ലഡുവിൻ്റെ ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഉരുട്ടിയെടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതിൽ നമ്മൾ ഒരു ഈത്തപ്പഴം അതുപോലെ തന്നെ ഇതിലേക്ക് ചേർത്തിട്ടുള്ള ആ ഒരു നട്ട്സിൽ നിന്നൊക്കെ ഇങ്ങനെ ഓയിലൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ഈസി ആയിട്ട് ഇങ്ങനെ ഉരുളകളൊക്കെ ആക്കിയിട്ടൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് നെയ്യ് കയ്യിലാക്കിയതിന് ശേഷം ഇത് ഷേപ്പ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ള നട്ട്സും സീഡും മാത്രമല്ല കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വാൾനട്ട്, പിസ്ത, അതുപോലെ തന്നെ അത്തിപ്പഴം ഉണങ്ങിയത് ഉണ്ടാവില്ലേ, ഫിഗ്, ഡ്രൈ ഫിഗ്, അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. വളരെ നല്ലതാണ്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ള എല്ലാ നട്ട്സും എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ ചേർത്തിട്ട് ഇതേപോലെ തന്നെ ഈ ഒരു ലഡു ഉണ്ടാക്കിയിട്ടൊക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതേ ഫസ്റ്റത്തെ ലഡു ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയുള്ള നല്ലൊരു സൂപ്പർ ഫുഡ് തന്നെയാണ് ഇത്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ കഴിക്കാൻ നല്ലതാണ്. നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും എല്ലാം നല്ലതാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവർക്ക് ഇതുപോലൊക്കെ തയ്യാറാക്കിയിട്ടൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മാറ്റം നിങ്ങൾക്ക് കാണാനൊക്കെ ആയിട്ട് പറ്റും. ഒരു മാസം ഇതുപോലൊക്കെ തയ്യാറാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കണ്ടറിയാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് നിങ്ങളൊരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഒരു ബെൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം കേട്ടോ. കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹൈപ്പ് കൂടെ ഒന്ന് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.